ഇനി നമ്മൾ പോകുന്നത് മാലിന്യം നിറഞ്ഞ ഒരിടം, അത് പിന്നീട് ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതിന്റെ കഥയിലേക്കാണ്. കോട്ടയം മണർകാട്ടെ 4 മണിക്കാറ്റ്. ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം നാടൻ ഭക്ഷണങ്ങളും ഇവിടെ എത്തിയാൽ ആസ്വദിക്കാനാവും. 4 മണിക്കാറ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങൾ, തണൽ മരങ്ങൾ. ആ തണൽ മരത്തിന്റെ കീഴിലിരുന്ന് നാടൻ ഭക്ഷണങ്ങൾ ആസ്വദിക്കാം. അതെ, കോട്ടയത്തുകാരുടെ ഇഷ്ട സായാഹ്ന വിനോദ കേന്ദ്രമായ 4 മണിക്കാറ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടെയൊന്നും വേറെ അധികം സ്ഥലങ്ങളില്ല. ഞങ്ങൾ വരുന്നതിന് ഏറ്റുമാനൂരിതാണ്. ആ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനെ ഒരു ഗ്രാമീണമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെ വന്നു. നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ഇത്രയും അടുത്ത് നമുക്ക് എല്ലാം കൊണ്ടും ഒരു ശകലം നേരമാണേലും വന്നിരുന്ന് സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട്. ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. പഴയ ആഹാരങ്ങൾ, കപ്പ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരു പീസ്ഫുൾ ആണ്. നല്ല നമുക്കൊരു വൈബ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോയതാണ്. അപ്പോൾ ചുമ്മാ ഇവിടം വരെ വന്ന് കുറച്ചേരം ഇരിക്കാൻ, കുഞ്ഞുമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ റോഡിൽ കൂടി വരുമ്പോഴത്തേക്ക് ഇത് കാണുക എന്നുള്ളത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ആളുകൾക്ക് റിലാക്സ് ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി വീടിനെക്കാട്ടിയും വെളിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വേറൊരു ഫീലാണല്ലോ. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് കാണുന്നത് സന്തോഷമാണ്. പത്ത് 13 വർഷം മുമ്പ് വിജനമായി കടന്നൊരു വഴിയോരമായിരുന്നു. രാത്രിയായാൽ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറിയതോടെ നാട്ടുകാർ സംഘടിച്ചു. പിന്നീട് ഇവിടം വൃത്തിയാക്കി. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊരിടം എന്ന് മാത്രമാണ് അന്ന് ഇവർ കരുതിയത്. പക്ഷേ ഇവിടുത്തെ ഭംഗി ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുകയായിരുന്നു. അപ്പം 4 മണിക്ക് നാട്ടുകാർ വയസ്സന്മാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആശയത്തിൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നിരിക്കുകയാണെങ്കിൽ ആ സമയത്തെങ്കിലും ഒരു വിജിലൻസ് ആവും. ആളുകൾ എല്ലാ ദിവസവും വന്നിരിക്കുന്നതുകൊണ്ട് അവർ തലേദിവസം ആരെങ്കിലും മാലിന്യം ഇട്ടാൽ അതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാവും. നാട്ടിനൈറ്റം എല്ലാം ഉണ്ട്. ചേമ്പ് പുഴുങ്ങിയതുണ്ട്, കപ്പ വേവിച്ചതുണ്ട്, കാച്ചിൽ പുഴുങ്ങിയതുണ്ട്, ഇലയടയുണ്ട്, കൊഴുക്കട്ട, അതൊക്കെ നാടൻ ഐറ്റം വരും. ആളുകൾ ഇഷ്ടംപോലെ വരുന്നതായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറവാണ്. പാഴ്സൽ മേടിക്കാനും ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാർ വരുന്ന. ഞങ്ങളെന്നും രാവിലെ ഓരോ സ്റ്റാളുകാർ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ വേസ്റ്റ് പെറുക്കും, 2 സൈഡിലും. പിന്നെ തിങ്കളാഴ്ച ദിവസം എല്ലാവരും കൂടെ നിന്ന് ഒരു 2 മണിക്കൂർ സൈഡ് വഴി എല്ലാം ഇറങ്ങി പെറുന്ന് താഴെ ഭാഗം കൂടെ എല്ലാം ഇറങ്ങി. ഭയങ്കര ബുദ്ധിമുട്ട് ഇറങ്ങാം. വരുന്നവർ മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് വലിച്ചെറിയും. എത്ര പറഞ്ഞാലും ചിലപ്പം എത്തിയില്ല. ഇത് വൃത്തിയാക്കി വെക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളുണ്ടാവണം, ഇതിന് ഉടമസ്ഥരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രാദേശിക ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഇത് വൃത്തിയാക്കാനും കാട് വെട്ടാനും ഒക്കെ സഹായിച്ചിട്ടുള്ള സ്ത്രീകളെ ഒരു കുടുംബശ്രീകൾ എന്ന പേരിൽ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നു. അവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സമാനം നല്ല വരുമാനം ദിവസം ലഭിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഉത്തരവാദിത്വമായി മാറി ഇവിടെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് മുടക്കാതെ ചെയ്യുന്നൊരു കാര്യം, ഓരോ സ്റ്റാളിനും ഡ്യൂട്ടി ഉണ്ട്. ഓരോ ദിവസവും രാവിലെ അവരാണ് ഇത് പെറുക്കി വൃത്തിയാക്കുന്നത്.
തിരക്കുള്ള ജീവിതത്തിൽ ഒരല്പം ആശ്വാസം 4 മണിക്കാറ്റിലെത്തിയാൽ അത് ഉറപ്പായും ലഭിക്കും. ഒന്നിച്ചു നിന്നാൽ ഒരു വിജയം നാടിന് സ്വന്തമാക്കാമെന്ന് തെളിയിച്ചു തരിക കൂടിയാണ് ഈ 4 മണിക്കാറ്റ്. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24. തിരികെ ഈ ഏറ്റുമാനൂരിൽ നിന്ന് മണർകാടേക്കുള്ള യാത്രയിൽ ആരും ആ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് വണ്ടി നിർത്തിപ്പോകും. കാരണം അവിടുത്തെ തിരക്ക് കാരണം ഒന്ന് ശ്രദ്ധിക്കും. മാത്രമല്ല മനോഹരമായ ഒരിടം, നല്ല തണലുള്ള ഇടം. ആ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും നിർത്തിപ്പോകും, പകൽ ഏത് സമയത്തായാലും. പിന്നെ വൈകുന്നേരമായാൽ നല്ല ചൂടുള്ള ചായ, കാപ്പി, അതിനൊപ്പം നല്ല നാടൻ കടികളും വിഭവങ്ങളും ഉണ്ട്. ചില സമയത്ത് ഏത് മാസമാണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷേ മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് വിരിഞ്ഞ് അവിടെ നിലത്തൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് 4 മണിക്കാറ്റിൻ്റെ പ്രത്യേക സൗന്ദര്യമാണ്. ഏതായാലും ആ റൂട്ടിൽ ഏറ്റുമാനൂരിൽ നിന്ന് മണർകാടേക്ക് പോകുന്നവർ ഇനി 4 മണിക്കാറ്റിൽ ഇറങ്ങാൻ മറക്കണ്ട.